അസ്സലാമു അലൈക്കും. പരിശുദ്ധമായ പരിപാവനമായ റമളാനിലെ മഗ്ഫിറത്തിൻ്റെ 10 ഇന്ന് വിടവാങ്ങുകയാണ്. റമളാനിലെ 3-ാം വെള്ളിയും ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുന്ന രാവും കൂടിയാണ് ഇന്ന്. റമളാനിൻ്റെ ഹൃദയമാകുന്ന അവസാന 10-ൽ നാം വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുന്ന സുന്ദരമായ അവസാന 10 നമുക്ക് അനുകൂലമാവാൻ നാം ദിക്റുകളും ദുആകളും അധികരിപ്പിക്കേണ്ടതുണ്ട്. ലൈലത്തുൽ ഖദ്ർ എന്ന രാവ് എന്നാണ് എന്ന് വ്യക്തമായി അറിയില്ല. ഇതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ ഒരുപാട് കാണാൻ കഴിയും. റമളാൻ 1 മുതൽ എല്ലാ ഒറ്റയൊറ്റ രാവുകളിൽ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കാവുന്നതാണ്, പ്രത്യേകിച്ച് അവസാന 10-ലെ ഒറ്റയൊറ്റ രാവുകൾ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിച്ച് തന്നെ ഇബാദത്തിൽ മുഴുകേണ്ട രാവാണ്. ലൈലത്തുൽ ഖദ്ർ എന്ന പുണ്യം നമുക്ക് നേടാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ, ആമീൻ. ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുന്ന രാവുകളിൽ ഒരുപാട് ദിക്റുകളും ദുആകളും വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. 1. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്ന വ അഊദു ബിക മിനന്നാർ. റമളാൻ മുഴുക്കെ വർദ്ധിപ്പിക്കേണ്ട ഒരു ദുആ ആണിത്. ദിവസവും 3 പ്രാവശ്യം ഓതുക. 2. അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, നീ പൊറുക്കുന്നവനാണ്, പൊറുക്കലിനെ ഇഷ്ടപ്പെടുന്നവനും, നീ എനിക്ക് പൊറുത്തു തരേണമേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അധികമായി അധികരിപ്പിച്ച ദുആ ആണിത്. 3. അല്ലാഹുമ്മ അഅ്തിക് റിഖാബനാ മിനന്നാരി വ അദ്ഖിൽനൽ ജന്നത മഅൽ അബ്റാർ. അല്ലാഹുവിനോട് നരകത്തെ തൊട്ട് കാക്കാനും സ്വർഗപ്രവേശനം ചോദിക്കാനും ഉള്ള ഒരു ദുആ ആണിത്. 4. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം എന്ന് ദുആ അധികരിപ്പിക്കുക. ഇത്രയും നാൾ നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങൾ, നിസ്കാരം, നോമ്പ്, സ്വതക്കകൾ, എല്ലാ നന്മകളും സ്വീകരിക്കണമേ എന്ന് ദുആ ചെയ്യുക. ഇന്നത്തെ രാവ് മുതൽ അള്ളാഹുമായി കൂടുതൽ അടുക്കുക. കാരണം 1000 മാസത്തിൻ്റെ ശ്രേഷ്ഠതയുള്ള ഒറ്റ രാവാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം, അല്ലേ? ധാരാളമായി ഇബാദത്തുകൾ ചെയ്യാൻ നോക്കാം. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. നമുക്ക് ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ട്. എല്ലാം കാണുന്നവനും കേൾക്കുന്നവനുമായ റബ്ബേ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. ഇന്നു മുതൽ എല്ലാ രാവിലും ഈ ഒരു ദുആ കൂടി അധികമായി ചെയ്യുക. ഈ ദിക്ർ ചൊല്ലാതെ പോയവർക്ക് വലിയ നഷ്ടമാകുന്നു. ദുആക്ക് ഉത്തരമുള്ള സമയമാണ് റമളാൻ. അതുകൊണ്ട് തന്നെ ഈ ദുആ റമളാനിൽ പതിവാക്കുക. അനുഗ്രഹങ്ങളുടെ വാതിൽ തുറക്കാൻ ഇതിനേക്കാൾ നല്ല ദുആ വേറെയില്ല. അല്ലാഹുമ്മ അഫ്തഹ് ലി അബ്വാബൽ ഖൈർ വ അബ്വാബസ് സലാമ വ അബ്വാബസ് സിഹ്ഹതി വ അബ്വാബൻ നിഅമതി വ അബ്വാബൽ ബറകതി വ അബ്വാബൽ ഖുവ്വതി വ അബ്വാബൽ മവദ്ദതി വ അബ്വാബർ റഹ്മതി വ അബ്വാബർ റിസ്ഖി വ അബ്വാബൽ ഇൽമി വ അബ്വാബൽ മഗ്ഫിറതി വ അബ്വാബൽ ജന്നതി യാ അർഹമർ റഹീമീൻ. എല്ലാ ഗുണങ്ങളുടെയും നന്മയുടെയും വാതിൽ തുറക്കാൻ തേടുന്ന, നമ്മുടെ ആരോഗ്യത്തെ തേടുന്ന, നമ്മുടെ രക്ഷയെ തേടുന്ന, അനുഗ്രഹങ്ങളുടെ വാതിൽ തുറക്കാൻ തേടുന്ന, റഹ്മത്തിനെ ബർക്കത്തിനെ തേടുന്ന, റിസ്ക് വിശാലമാവാൻ തേടുന്ന, മറ്റുള്ളവരുടെ പിരിശത്തിനെ മഹബ്ബത്തിനെ തേടുന്ന, കാമിലായ അറിവിനെ തേടുന്ന, പൊറുക്കലിനെ തേടുന്ന, സ്വർഗത്തെ തേടുന്ന ഒരു ദുആ ആണിത്. എല്ലാ അനുഗ്രഹങ്ങളും ഒന്നിച്ച് പടച്ചവനോട് തേടാനുള്ള ഒരേയൊരു ദുആ ആണിത്. ഇൻഷാ അല്ലാഹ് ഇത് നാം ജീവിതത്തിൽ നിലനിർത്തണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മർഹമത്തും മഗ്ഫിറത്തും ലഭിക്കുന്ന സത്യവിശ്വാസികളിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ.